ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهم يستريحون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. വിശ്വാസികളെ സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലയേറിയ അനുഗ്രഹം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി പറയാറുള്ളത് അവന്റെ സമയമാണ്. സമയത്തേക്കാൾ അമൂല്യമായത് ലോകത്തൊന്നുമില്ല. പണമുണ്ടാക്കാൻ നമുക്ക് നമ്മുടെ സമയത്തിലൂടെ സാധിക്കും. സമയം ചെലവഴിച്ചാൽ അത് പണമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ 5 മണിക്കൂറോ 10 മണിക്കൂറോ ഒരു മാസമോ വർക്ക് ചെയ്താൽ നമ്മുടെ സമയം അതിനു വേണ്ടി മാറ്റിവെച്ചാൽ അതിലൂടെ നമുക്ക് പണമുണ്ടാക്കാം. സമയത്തെ അങ്ങനെ പണമാക്കി മാറ്റാം. എന്നാൽ പണം കൊടുത്താൽ ഒരാൾക്കും സമയം ലഭിക്കുകയില്ല. അല്ലാഹു ലോകത്ത് എല്ലാ ആളുകൾക്കിടയിലും ഒരുപോലെ സമ്പന്നനെന്നോ സാധാരണക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കിടയിലും ഒരുപോലെ വിതരണം ചെയ്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. എത്ര തിരക്കുള്ള മനുഷ്യനും അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്കും നമ്മുടെ മഹലിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനും ഒരു സഹോദരിക്കും ഒക്കെ എല്ലാവർക്കും സമയം അല്ലാഹു നൽകിയിരിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. ഈ സമയം
പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ടൈം മൂവ് സ്ലോലി ബട്ട് പാസസ് ക്വിക്ലി എന്ന് പറയാറുണ്ട്. നമ്മുടെ ക്ലോക്കിലെ സൂചി ചലിക്കുന്നത് നമ്മൾ പോലും അറിയാതെ, സെക്കൻഡ് സൂചി ചലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മിനിറ്റിന്റെ സൂചിയോ മണിക്കൂറിന്റെ സൂചിയോ ചലിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ല, കാണാൻ സാധിക്കുകയില്ല. അത്രയും സാവകാശമാണ് സമയം ചലിക്കുന്നത്. എന്നാൽ നമ്മിൽ നിന്ന് ആ സമയം നഷ്ടപ്പെട്ടു പോകുന്നതാകട്ടെ വളരെ വളരെ വേഗത്തിലാണ്. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞു പോയത് എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. വീണ്ടും ഡിസംബർ ആയോ, വീണ്ടും പെരുന്നാളായോ, ആ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമായോ, പെട്ടെന്ന് നോമ്പ് വന്നോ? ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ആ ചോദ്യം നമ്മളോട് വിളിച്ചു പറയുന്നത് സമയം നേരത്തെ പോയിട്ടൊന്നുമില്ല. സമയം അതിന് നിശ്ചയിക്കപ്പെട്ട കൃത്യമായ അതിന്റെ വേഗതയിൽ മാത്രമേ സമയം സഞ്ചരിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ സമയം നാം ഫലപ്രദമായി ഉപയോഗിക്കാത്തത് കൊണ്ടോ അതുപോലെയുള്ള മറ്റു കാരണങ്ങൾ കൊണ്ടോ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ് സമയം പെട്ടെന്ന് പോയി എന്നുള്ളത്. പണ്ഡിതന്മാര് പറയുന്നത് അയ്യു ജരീമത്തിൻ അക്ബർ മിൻ തുളഇൽ വഖ്ത്, സമയം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വലിയ പാപം, തെറ്റ് മറ്റൊന്നുമില്ല. മനുഷ്യൻ ചെയ്യുന്ന മഹാ അപരാധങ്ങളിൽപ്പെട്ട ഒന്നാണ് സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. അൽ വഖ്തു അൽ ഹയാത്ത്, ജീവിതം എന്നാൽ സമയം എന്നാണ് അർത്ഥം. സമയം എന്നാൽ ജീവിതം എന്നുമാണ് അർത്ഥം. ലിദാ തുളീഉൽ വഖ്ത് ഹുവ തുളീഉൽ ഹയാത്ത്. അതുകൊണ്ട് തന്നെ സമയം പാഴാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജീവിതം പാഴാക്കുക എന്ന് തന്നെയാണ്. വസ്വൈതറതു അലാ വഖ്തിക, നിന്റെ സമയത്തിന്റെ മേലിൽ നീ ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്നത്, അഥവാ അസ്വൈതറതു അൽ വഖ്ത്, ടൈം മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയാം. ആ സമയത്തെ മാനേജ് ചെയ്യുക. സമയത്തെ യഥാർത്ഥത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സമയം അതിന്റെ കൃത്യമായ തോതനുസരിച്ച് നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ എന്താ? ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ക്ലോക്കിനെ കൺട്രോൾ ചെയ്യലല്ല, അത് അതിന്റെ വഴിക്ക് നീങ്ങും. പക്ഷേ ടൈം മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ലൈഫ് മാനേജ്മെന്റ് ആണ്. നമ്മുടെ ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. വസൈതറതു അലാ വഖ്തിക ഹിയ സൈതറതു അലാ ഹയാതിക. സമയത്തെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തെ, നിന്റെ ലൈഫിനെ നീ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നിന്റെ ഓരോ നിമിഷത്തെയും ഏറ്റവും ഇഫക്റ്റീവായ രീതിയിൽ, ഏറ്റവും പോസിറ്റീവായ രീതിയിൽ, ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമോ ആ നിലക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ മുകളിൽ ആധിപത്യം നേടുക, അഥവാ ജീവിതത്തെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, മാമിൻ യൗമിൻ യൻഷഖു ഫജ്റഹു ഇല്ലാ യുനാദി യബ്ന ആദം അന ഖൽഖുൻ ജദീദ്. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ, ഓരോ പുതിയ ദിനവും ആരംഭിക്കുമ്പോൾ ആ ദിനം മനുഷ്യനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, അന ഖൽഖുൻ ജദീദ്, ഇന്നലെ ഉണ്ടായ ഒന്നല്ല ഇന്ന്, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇന്നലത്തെ ദിവസമല്ല ഇന്നത്തെ ദിവസം, ഇന്നലത്തെ ദിവസമല്ല നാളത്തെ ദിവസം. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും പുതിയതാണ്. വഅല അമലിക ഷഹീദ്. മാത്രമല്ല, ഈ നിമിഷത്തിൽ, ഈ ഒരു സമയത്ത് നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിനക്ക് സാക്ഷിയാണ്. നാളെ പരലോകത്ത് നിന്റെ സമയം എന്നുള്ള നിലക്ക് ഞാൻ നിനക്ക് സാക്ഷി നിൽക്കും. ഫതസവ്വദു മിന്നി. അതുകൊണ്ട് മനുഷ്യ, നീ എന്നിൽ നിന്ന് സൂദ് സ്വീകരിക്കൂ, നീ എന്നിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിക്കൂ, നീ എന്നെ വെച്ച്
നന്മ സമ്പാദിക്ക്. കാരണം ഈ നിമിഷം നിനക്ക് നഷ്ടപ്പെട്ടാൽ, ഈ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോയാൽ ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. പോയ സമയം അത് തിരിച്ചു വരില്ല, ഒരിക്കലും തിരിച്ചു വരില്ല. ഖിയാമത്ത് നാൾ വരെ. അതിനിപ്പോ എന്താ, ദിവസം ഇനിയുണ്ടല്ലോ, സമയം ഇനിയുണ്ടല്ലോ, വെറുതെ പറയുന്നതാണ്. സമയം ഇനിയില്ല, നഷ്ടപ്പെട്ട സമയം പിന്നീടില്ല. നഷ്ടപ്പെട്ടത് തന്നെയാണ്. വരാനിരിക്കുന്ന സമയം മാത്രമേ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നാം അനുഭവിക്കുന്ന സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നഷ്ടപ്പെട്ടത് തന്നെയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിക്കുന്നു, ഇർതഹല ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറ മുഖ്ബില. നമ്മിൽ നിന്ന് ദുനിയാവ് പിന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ആഖിറത്ത് നമ്മിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവ് നമ്മിൽ നിന്ന് ഓടി അകലുകയാണ്. നാം ദുനിയാവിനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ നമുക്ക് ദുനിയാവ് ഓരോന്ന് നഷ്ടപ്പെട്ട് ദുനിയാവിൽ നിന്ന് നാം മുന്നോട്ട് പോവുകയാണ്. പോകുന്നത് സഞ്ചരിക്കുന്നത് എങ്ങോട്ടാണ്? ആഖിറത്തിലേക്കാണ്. ആ ആഖിറത്ത് പതുക്കെ ചിലപ്പോൾ അതിവേഗത്തിൽ നമ്മളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനു. ഓരോന്നിനും അതിന്റെ മക്കളുണ്ട്. അഥവാ ചില ആളുകൾ ദുനിയാവിന്റെ മക്കളാണ്, ചില ആളുകൾ ആഖിറത്തിന്റെ മക്കളാണ്. ചിലർ ജീവിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ്, പരക്കം പായുന്നത് ദുനിയാവിന് വേണ്ടിയാണ്, സമയം ചെലവഴിക്കുന്നത് ദുനിയാവ് എന്ന ഒരു ചിന്തയിൽ മാത്രമാണ്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി മാറുക. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ. നിങ്ങൾ ഒരിക്കലും ദുനിയാവിന്റെ മക്കളാവരുത്. ദുനിയാവ് ഉണ്ടാക്കണം, ഈ ലോകത്ത് സമ്പാദിക്കണം, ഇവിടെ പിടിച്ചെടുക്കണം, ഇവിടെ നേടിയെടുക്കണം എന്ന നിലക്കുള്ള ദുനിയാവിന്റെ അഖിലുകാരായി നിങ്ങൾ മാറരുത്. മറിച്ച് നിങ്ങൾ പരലോകത്തിന്റെ ആളുകളായി മാറുക. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ. മനുഷ്യ, നീ മനസ്സിലാക്കിക്കോ, ഇന്ന് അമലേ ഉള്ളൂ, ഇന്ന് കർമ്മമേ ഉള്ളൂ. ഇന്ന് നിനക്ക് കർമ്മം ചെയ്യുവാനുള്ള സമയമാണ്, പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ഇന്ന് നിന്നെ ആരും വിചാരണ ചെയ്യൂല. എന്തേ ചെയ്യാഞ്ഞു, എന്തേ ജമാഅത്ത് നേരത്തെ വരാഞ്ഞു, എന്തേ ജമാഅത്തിൽ പങ്കെടുക്കാഞ്ഞു, എന്തേ നമസ്കരിക്കാഞ്ഞു എന്ന് ആരും നിന്നോട് ചോദിക്കുകയില്ല. ഒരു പക്ഷേ മാതാപിതാക്കളോ ചില ആളുകളോ ചോദിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് അതിൽ നിനക്കൊരു വിചാരണയില്ല. ഇന്ന് വിചാരണയില്ല, ഇന്ന് കർമ്മം മാത്രം. പക്ഷെ നാളെ അങ്ങനെയല്ല. ഹിസാബൻ, നാളെ ഹിസാബ് മാത്രമേ ഉള്ളൂ, വിചാരണയേ ഉള്ളൂ. നാളെ വിചാരണയുള്ളൂ. വല അമൽ, നാളെ ചെയ്യാം എന്ന് കരുതിയാൽ നാളെ പ്രവർത്തിക്കാൻ സമയമില്ല. ഇന്ന് വിചാരണയില്ല, നാളെ അമലുമില്ല. ഇന്ന് കർമ്മമേ ഉള്ളൂ, നാളെ വിചാരണയേ ഉള്ളൂ. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ട് നാളത്തെ വിചാരണയ്ക്ക് വേണ്ടി ഇന്നത്തെ കർമ്മത്തിന്റെ ഭൂമിയിൽ ധന്യരാകുവാൻ, നെറ്റിത്തടത്തിൽ വിയർപ്പുകൾ ബാക്കി വെച്ചുകൊണ്ട് എപ്പോഴും കർമ്മകുശലരായി മാറുവാൻ, അധ്വാന രംഗത്ത് സജീവരായി മാറുവാൻ, അതാണ് സമയം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പന്നൂർ സാറിന്റെ ഒരു കവിതാശകലം പലപ്പോഴും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു, മനുഷ്യ, നിൻ ജീവിത സമയം വെട്ടി നുറുക്കല്ലേ, നിന്നുടെ മരണത്തിൻ സമയം അളന്ന് കുറിക്കുകയല്ലോ ഞാൻ. ആ ചുമരിലെ സൂചി, ഘടികാരത്തിന്റെ സൂചി നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. നിന്റെ സമയം ഓരോന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ സമയത്തെ കുറിച്ച് ബോധവാന്മാരാവുക, സമയമെന്ന അനുഗ്രഹത്തെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവനായി മാറുക. എന്റെ ഏറ്റവും അനർഘമായ, മോസ്റ്റ് പ്രീഷ്യസ് ആയിട്ടുള്ള എന്റെ സമയത്തെ ഞാൻ ഒരു നിമിഷവും നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കണം.
അള്ളാഹു റസൂൽ പഠിപ്പിച്ചല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വചനം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറു മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ ഭൂരിഭാഗം ആളുകളും, അത് പണ്ടും ഇന്നും ഒരു യാഥാർത്ഥ്യമായത് കൊണ്ടാണ് അള്ളാഹു റസൂൽ അത് അങ്ങനെ പഠിപ്പിച്ചു. ഇന്നും നമുക്കറിയാലോ, രണ്ട് അനുഗ്രഹങ്ങൾ ഭൂരിഭാഗം ആളുകളും അതിൽ ആ അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ ആ അനുഗ്രഹങ്ങളെ പോസിറ്റീവായി ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിന്റെ വിഷയത്തിൽ വഞ്ചിതരാണ്. അസ്ഫിഹാൻ വൽ ഫറാഗ്. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് ആരോഗ്യം. ആരോഗ്യമുള്ള സമയം മനുഷ്യൻ ചിന്തിക്കുന്നത് ആവാലോ, ചെയ്യാലോ, സമയമുണ്ടല്ലോ. ഉംറക്ക് പോയോ? ഇല്ല, പോണമെന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഇതും കൂടിയാണ് തീരട്ടെ, അതും കൂടിയാണ് കഴിയട്ടെ. ഹജ്ജ് ആലോചിക്കണുണ്ട്, ചെയ്യണമെന്നുണ്ട്, മക്കളെ ബാക്കി ബാധ്യതകൾ കൂടി തീർക്കട്ടെ. ആവാലോ ചെയ്യാലോ എന്ന് പറഞ്ഞ് ആരോഗ്യമുള്ള സമയത്ത് മനുഷ്യൻ കാര്യങ്ങളെ നീട്ടി 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 വെക്കുന്നു. നാളെ നാളെ, നീളെ നീളെ. നമ്മൾ പറയാറുണ്ട്, നാളെ എന്ന് പറയുന്ന ഒന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ആരോഗ്യമുള്ള അവസ്ഥയെ എങ്ങനെ സമ്പന്നമാക്കാം? ഒന്നാമത്തെ. രണ്ടാമത്തേത് ഫറാഗ്, ഒഴിവ് സമയം. തിരക്കുള്ള നാളുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന് മുൻപ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള സമയത്തെ നമുക്ക് എങ്ങനെ അമലു സ്വാലിഹത്തിന് വേണ്ടി, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിന് വേണ്ടി എങ്ങനെ ചെലവഴിക്കാൻ സാധിക്കും? ഇത് മാത്രമാണ്, ഇതായിരിക്കണം പുതുവർഷം ഒരു വിശ്വാസിക്ക് നൽകേണ്ട സന്ദേശം എന്ന് പറയുന്നത്. പുതുവർഷം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതല്ല, ആലോചിക്കുവാനുള്ളതാണ്. എന്താണ് ഡിസംബർ 31 ജനുവരി 1 തമ്മിലുള്ള വ്യത്യാസം? ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. ഡിസംബർ 31 കഴിഞ്ഞ് ജനുവരി 1 എത്തുമ്പോ ചുമരിലെ കലണ്ടർ മാറുമെന്നുള്ളതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫെബ്രുവരി 28 നിന്ന് ജനുവരി 1 മാറ്റം പോലെ തന്നെ ഉള്ളൂ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. ആകെ ഒരു ദിവസം കൂടി നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണുള്ളത് അവിടെയുള്ളത്. അല്ലെങ്കിൽ ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമാണുള്ളത്. അള്ളാഹു റസൂൽ പഠിപ്പിച്ചു. അള്ളാഹു റസൂലിനോട് ഒരു സഹാബി, ആറാബിയായ ഒരാൾ എന്നിട്ട് ചോദിക്കാണ്, യാ റസൂലുള്ളാഹ് മൻ ഖൈറുൻ നാസി, മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആരാണ് പ്രവാചകരെ? റസൂലുള്ളാഹിയുടെ മറുപടി, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഏറ്റവും നല്ലവൻ ദീർഘായുസ് ലഭിക്കുകയും ആ ദീർഘായുസിനിടയ്ക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവനാണ്. ദീർഘായുസ് ലഭിച്ചത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. ആ ദീർഘായുസിനെ എത്ര സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, എത്ര ഹജ്ജിന് വേണ്ടി, എത്ര ഉംറയ്ക്ക് വേണ്ടി, എത്ര ജനസേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, എത്ര സമയം നമസ്കാരത്തിന് വേണ്ടി, ദിക്റിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ അവന് സാധിച്ചു, അവനാണ് നല്ലവൻ. അങ്ങനെ ചില സൗഭാഗ്യം, ദീർഘായുസ് ലഭിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു റസൂൽ പഠിപ്പിച്ചല്ലോ, ഒരു വർഷം നോമ്പ് നോറ്റാൽ, ഒരു വർഷം സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഒരു ഷഹീദിന് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം നാളെ പരലോകത്ത് അവന് കിട്ടും. അതുകൊണ്ടാണ് ഷഹീദിനേക്കാൾ വലിയ പദവി ദീർഘായുസ് ലഭിച്ചവന് സ്വർഗത്തിൽ ലഭിക്കും. എങ്ങനെയാണെങ്കിൽ കർമ്മം നന്നായാൽ. അള്ളാഹു റസൂലോട് ഈ സ്വഹാബി തിരിച്ചു ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശക്കാരൻ ആരാണ് പ്രവാചകരെ? അള്ളാഹു റസൂലിന്റെ മറുപടി, മൻ ത്വാല ഉംറുഹു, അവനും ദീർഘായുസ് ലഭിച്ചവൻ തന്നെയാണ്. പക്ഷേ അവൻ വരച്ച ചിത്രം മോശമായി. അവന്റെ ജീവിത ചിത്രം, അവന്റെ ദുനിയാവിലെ ജീവിതം, അവന്റെ സൽക്കർമ്മങ്ങളുടെ സമാഹാരം അത് മോശമായാൽ അവനാണ് ഏറ്റവും മോശം മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ കർമ്മങ്ങളെ ഇന്ന് സമയത്തെ നഷ്ടപ്പെടുത്തുന്നതിൽ ഒരു കുറ്റബോധവുമില്ലാത്ത, അത് ന്യൂ ജനറേഷന് മാത്രം കുറ്റം പറയുന്നു വേണ്ട, എല്ലാവരും അങ്ങനെ തന്നെയാണ്. എത്ര സമയമാണ് നമ്മൾ ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ സോഷ്യൽ മീഡിയയിലായിരിക്കാം, വെറുതെ ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യലായിരിക്കാം, ടൈം പാസ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കലായിരിക്കാം,
ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഇസ്ലാമില് എന്റർടൈൻമെന്റ് ഉണ്ട്. പുറത്തൊക്കെ ഒന്ന് പോവണം, മക്കളുടെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ, കുറേശ്ശൊക്കെ ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മളിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എന്തിന്റെ പേരിലും ട്രിപ്പ്, എന്നും ട്രിപ്പ്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമയമാകുന്ന നിയമത്തിനെയും പണമാകുന്ന നിയമത്തിനെയും ആരോഗ്യമാകുന്ന നിയമത്തിനെയും തീർച്ചയായിട്ടും വേണം, ട്രിപ്പുകൾ വേണം. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ഇപ്പൊ ട്രിപ്പ് കൊണ്ട്. ഫാമിലിയുടെ വക ഒന്ന്, ഫ്രണ്ട്സിന്റെ വക വേറൊന്ന്, ബാച്ചിന്റെ വക അടുത്തത്, ബിസിനസ് ടീം ആണെങ്കിൽ അവരുടെ അടുത്ത ട്രിപ്പ്, അത് കഴിഞ്ഞിട്ട് ഓഫീസേഴ്സ് ആണെങ്കിൽ അവരുടെ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഓരോ പേരിലും മനുഷ്യന് ഒരു ഒഴിവുമില്ല. ഫുൾ ടൈം എന്റർടൈൻമെന്റ്, ഫുൾ ടൈം ആഘോഷം. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ഇപ്പോ ഈ ഒരു 10 ദിവസത്തെ 9 ദിവസത്തെ അവധി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ ശ്വാസം വിടാൻ സമയമില്ലാത്ത രീതിയിൽ ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 തരത്തിലുള്ള ആഘോഷം നടക്കും. ഒന്ന് ഈ ട്രിപ്പിന്റെ ഒരു ആഘോഷവും, രണ്ടാമത്തത് ഷോപ്പുകളിൽ ആളുകൾ വാറണ്ടി ലഭിക്കുന്നതിന്റെ പേരിലും അതേപോലെ തന്നെ ഓഫർ ലഭിക്കുന്നതിന്റെ പേരിലും ഷോപ്പുകളിൽ ആളുകൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുക. ഉപഭോഗ സംസ്കാരത്തിന് പിന്നാലെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി, പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അള്ളാന്റെ അനുഗ്രഹത്തെ നമ്മൾ ഓർക്കണം. ഈ വാറണ്ടി സാധാരണ നിലക്ക് 2 വർഷം 3 വർഷമോ വാറണ്ടിയുള്ള സാധനം ഡബിൾ ആക്കി കൊടുക്കുമ്പോ അത് നമ്മൾ വാരിക്കൂട്ടുമ്പോ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഇത് വാങ്ങുന്ന നമുക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളത്, ഇത് വാങ്ങുന്ന നമുക്കെത്ര വാറണ്ടി ഉണ്ട് എന്നുള്ളത് ഒന്നുമില്ല. എപ്പോഴും അവസാനിച്ച് പോകാവുന്ന ഒരു നീർക്കുമിള പോലെയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യാപൃതരാവുന്നത് എന്തിലാണ്? ഈ ചോദ്യം നമ്മളോട് ചോദിക്കണം. പണ്ടത്തെ ആളുകൾക്കും ഇപ്പത്തെ ആളുകൾക്കും ഒക്കെ സമയം അള്ളാഹ് കൊടുത്ത 24 മണിക്കൂർ തന്നെയാണല്ലോ. എന്നിട്ട് എന്ത് നമ്മൾ എന്നും പരാതി പറയുന്നു, സമയമില്ല. എന്തിനാ സമയമില്ലാത്തത്? ഈ പറഞ്ഞതിനൊക്കെ സമയമുണ്ട്. ട്രിപ്പിന് സമയമുണ്ട്, ആഘോഷത്തിന് സമയമുണ്ട്, രാത്രി പുലരുവോളം ആഘോഷിക്കുവാൻ സമയമുണ്ട്, ഉമ്മാനെ സന്ദർശിക്കാൻ സമയമില്ല, വിളിച്ച കല്യാണത്തിന് പോവാൻ സമയമില്ല, രോഗിയെ സന്ദർശിക്കാൻ സമയമില്ല, ഒരു ദഅവാ പരിപാടിക്ക് വിളിച്ചാൽ സമയമില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് സമയമില്ലാത്തത്. ബാക്കിയുള്ളതൊക്കെ എമ്പാടും സമയമുണ്ട്. നമ്മൾ ഇന്ന് രാത്രി ഒന്ന് ആലോചിക്കണം, എന്റെ സമയം എങ്ങനെയാണ് ഞാൻ ചെലവഴിക്കുന്നത്. സാധാരണ ടൈം മാനേജ്മെന്റിൽ പറയാറുണ്ട്, ഒരാളുടെ സമയത്തെ നമ്മളൊരു ചതുരം എടുത്താൽ ആ ചതുരത്തിന്റെ 4 ഭാഗമായിട്ടുള്ള സമയത്തെ തിരിക്കേണ്ടത്. ഒരു സമചതുരം, ആ ചതുരത്തെ നമ്മൾ 4 ഭാഗമാക്കുക. ആ 4 ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മുടെ സമയം ഏതിലാണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കോളത്തിലുള്ളത് ഇമ്പോർട്ടന്റ് ആയ, അർജന്റ് ആയ കാര്യങ്ങൾക്ക് മാറ്റിവെക്കുന്നതാണ് 4ൽ 1 കോളം. അർജന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കോളത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അർജന്റ് അല്ല. മൂന്നാമത്തെ കോളത്തിൽ അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല. നാലാമത്തെ ഒരു കോളുണ്ട്, അർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ല. ഇങ്ങനെയുള്ള 4ആയി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് നമ്മൾ. ഒന്നാമത്തെ കോളത്തിൽ അർജന്റും ഇമ്പോർട്ടന്റുമായ കാര്യങ്ങൾ, രണ്ടാമത്തെ കോളത്തിൽ ഇമ്പോർട്ടന്റ് ആണ് അർജന്റ് അല്ല, മൂന്നാമത്തെ കോളത്തിൽ അർജന്റ് ആണ് ഇമ്പോർട്ടന്റ് അല്ല, നാലാമത്തെ കോളത്തിൽ അർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ല. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ 24 മണിക്കൂർ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്താൽ അവസാനത്തെ കോളത്തിലായിരിക്കും നമ്മുടെ കൂടുതൽ സമയവും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടായിരിക്കുക. അഥവാ അർജന്റുമല്ല ഇമ്പോർട്ടന്റുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഭൂരിഭാഗം സമയവും ഇന്ന് പലരും ചെലവഴിക്കുന്നത്. യഥാർത്ഥത്തിൽ വേണ്ടത് എവിടെയാ? ഒന്നാമത്തെ കോളത്തിലാണ് എന്നാണ് സാധാരണ ആളുകൾ പറയാ. ഒന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ അർജന്റും ഇമ്പോർട്ടന്റും അവിടെയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. രണ്ടാമത്തെ കോളം അഥവാ ഇമ്പോർട്ടൻസ് നോട്ട് അർജന്റ്. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുൻപിലുണ്ട്, അത് അർജന്റായി മാറുന്നതിന് മുൻപേ ചെയ്ത് തീർക്കുക. അതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്, അതാണ് സിസ്റ്റം, അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ രീതി. ഇപ്പോ കുട്ടിക്ക് പഠിക്കണം പരീക്ഷയുടെ തലേന്നും അത് ഇമ്പോർട്ടന്റും ആണ് അർജന്റും ആണ്. അന്ന് പഠിച്ചാൽ തലയിൽ കയറൂല. നേരെ മറിച്ച് ആ സമയമാവുന്നതിന് മുൻപ് തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി പഠിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, അർജന്റ് ആയിട്ടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യാൻ സാധിക്കും. അതാണ് സ്കോളേഴ്സ് പറയുന്നത്, നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യുക.
നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക. നമസ്കാരത്തിന്റെ വിഷയത്തിലല്ല, നമ്മുടെ ബാധ്യതകൾ ചെയ്തു തീർക്കുന്ന കാര്യത്തിൽ നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ ടൈമിന് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ, നമ്മൾ എവിടെയാണ് നമുക്ക് ടൈം നഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ഒരു ആലോചന നമ്മൾ നടത്തിയാൽ തീർച്ചയായിട്ടും ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ദിവസം ഞാൻ എത്ര നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു, എത്ര മാറ്റിവെക്കാൻ സാധിക്കുമായിരുന്നു, എൻ്റെ ഒരു മാക്സിമം, എൻ്റെ ഒരു പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇത് ഓരോ ദിവസവും നമ്മൾ ചിന്തിച്ചാൽ, ഇതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തി നോക്കുക. ആത്മവിചാരണ, നമ്മൾ സെൽഫ് ഇവാലുവേഷൻ, നമ്മൾ നമുക്കൊന്ന് മാർക്കിട്ട് നോക്കുക. എന്റെ കർമ്മങ്ങൾ എങ്ങനെയുണ്ട്, എന്റെ നമസ്കാരം എത്രത്തോളം പെർഫെക്റ്റ് ആണ്, എന്റെ വ്യക്തിബന്ധങ്ങളിൽ ഇനി എന്തെങ്കിലും ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഉമ്മയുമായി, ഉപ്പയുമായി, അയൽക്കാരുമായി, റബ്ബുമായി, ഇതിനെയൊക്കെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ കൃത്യമായി നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യുവാൻ വേണ്ടി ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡിസംബർ 31 നിന്ന് ജനുവരി 1 മാറുമ്പോൾ സമാധാനത്തോടെ അങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്. അല്ലാതെ രാത്രി ഉറക്കൊഴിച്ച് ജീവിതം കളറാക്കാൻ വേണ്ടി സംഗീത നിശകളിലേക്ക് ഓടിപ്പാഞ്ഞ് ബൈക്കുകളും അതേപോലെ തന്നെ 4 വീൽ വാഹനങ്ങളുമായി കരിമരുന്ന് പ്രയോഗങ്ങളും മറ്റ് പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ എങ്ങനെയൊക്കെ കളറാക്കാൻ പറ്റും, അതില് ലഹരി വസ്തുക്കളിലേക്കടക്കം നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾ അബദ്ധവശാൽ ചെന്ന് ചാടുന്നത് ഇതുപോലെയുള്ള ഹയാത്താക്കുന്ന രാത്രികളിലാണ്. ഖദറിനെ പ്രതീക്ഷിച്ചുള്ള ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കലല്ല നമ്മുടെ മക്കൾ. 31-ാം തീയതി, അതിന് 31-ാം തീയതി രാത്രിയായാലും 30-ാം തീയതി രാത്രിയായാലും ജനുവരി 1-ാം തീയതി രാത്രിയായാലും നമ്മുടെ മക്കൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് രക്ഷിതാക്കളായി നമുക്കൊരു ബോധം വേണം. അന്ന് നമ്മൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയെ കുറിച്ച് സാധാരണയിൽ കവിഞ്ഞ ബോധം നമുക്കുണ്ടായിരിക്കും. അതെപ്പോഴും വേണം. കുട്ടികൾക്ക് പൈസ കൊടുക്കുമ്പോൾ എന്തിനുപയോഗിക്കുന്നതിനെ കുറിച്ച് ധാരണ കിട്ടാനുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നമ്മുടെ അങ്ങാടികളിൽ നമ്മളൊരു ശ്രദ്ധ, നമ്മുടെ കുട്ടി അന്ന് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ, അവന്റെ ബെഡ്റൂമിൽ, അവന്റെ വീട്ടിൽ, അവന്റെ വിരിപ്പിൽ അവൻ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിനെ അള്ളാഹു റസൂൽ പഠിപ്പിച്ചല്ലോ, അമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60-നും 70-നും ഇടക്കാണ്. ആ 60-നും 70-നും ഇടക്കുള്ള ആയുസിനെ ഏറ്റവും നല്ല നിലക്ക് ഓരോരുത്തരും നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര ലോകത്ത് സ്വാധീനം സൃഷ്ടി. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചത് മലയാളത്തിന്റെ ഏറ്റവും നല്ല കലാകാരനായിരുന്ന MT വാസുദേവൻ നായരുടെയും ഇന്ത്യ കണ്ട ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെയും മരണം. അതൊക്കെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ആളുകളാണ്. അവർക്കും മരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അവധി കഴിഞ്ഞാൽ നമ്മൾ പോവേണ്ടി വരും. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, മരണത്തെ കുറിച്ചുള്ള ബോധം നിങ്ങൾ അധികരിപ്പിക്കുക. അതാണ് കലണ്ടർ മാറ്റം നമ്മളോട് പറയേണ്ടത്. എന്റെ ആയുസ്സിലെ 1 വർഷം കൂടി തീർന്നു എന്ന മെസ്സേജ്, ആ ഒരു മരണബോധമാണ് ഒരു വിശ്വാസിക്ക് പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവേണ്ടത്. അത് ആഘോഷിക്കുവാനുള്ളതല്ല, ആലോചിക്കുവാനുള്ളതാണ്. ആ ഒരു ബോധത്തോടു കൂടി പുതിയ നാളുകളെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാറിൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൻ ലിന്നാസ് തബ്ശീറൻ ലിദ്ദാർ വഅലാ ആലിഹിൽ അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഖിയാഇൽ അഖിയാർ മാ ദാമത് സമാവാതി വൽ അർദി മാ തവക്കബത ദിൽമാത്തിൽ അൻവാർ മാ യത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറ അൽ ഫാത്തിറിലെ 37-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കഴിച്ചത്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അവലം നുഅമ്മിറുക്കും, അവര് നരകത്തിൽ വെച്ച് വഹും യസ്തരിഹൂന ഫീഹ, നരകത്തിൽ വെച്ച് മനുഷ്യൻ മുറവിളി കൂട്ടുകയാണ്. എന്താ പറയുന്നത്? റബ്ബന അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ, പടച്ചോനെ ഒന്ന് എന്നെ നീ ഒന്ന് മടക്ക് തമ്പുരാന്, ഒരു റീടേക്ക്, എനിക്കൊരു ചാൻസ് കൂടി കൊണ്ട തമ്പുരാന്, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞാൻ ചെയ്യാത്തത് ചെയ്യ തമ്പുരാനെ, ഇതുവരെ ഞാൻ പ്രവർത്തിക്കാത്തത് പ്രവർത്തിക്കനാഥ എന്ന് നരകത്തിൽ വെച്ച് എനിക്കൊരു റീടേക്ക് താ
ഒരു ചാൻസ് കൂടിത്താ എന്ന് മനുഷ്യന് വിലപിക്കുമ്പോൾ അള്ളാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, അവലന്നു അമ്മിറുക്കും ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം സമയം തന്നില്ലേ? സമയം തന്നില്ലേ? ഓരോ വർഷവും, ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ കലണ്ടറും നിന്നോട് പറഞ്ഞില്ലേ നിന്റെ സമയം തീരുകയാണ് എന്നുള്ളത്? നദീർ, താക്കീതുകാരൻ ഖുത്ബയിലൂടെ, ക്ലാസ്സിലൂടെ നിനക്ക് വന്നില്ലേ? ഫദൂഖു, അതുകൊണ്ട് അനുഭവിച്ചോ. അക്രമകാരിക്ക് ഒരു സഹായമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുവാനാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കുവാൻ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തെ കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുക, അതിനായി പ്രവർത്തിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മയെവരെയും സഹായിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഇടവണ്ണ, നമ്മുടെ മഹലിലുള്ള 2 പള്ളികൾ, ഒന്ന് നമ്മുടെ പ്രധാന ജമാഅത്ത് പള്ളിയും അതേപോലെ തന്നെ ജമാലങ്ങാടിയിലെ പള്ളിയും, ഇതിന്റെ അതിന്റെ റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു പദ്ധതി നമ്മുടെ മഹലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ള കളക്ഷൻ 40 ലക്ഷം രൂപയാണ് അതിന്റെ രണ്ടിന്റെയും കൂടി. വലിയ പള്ളിയുടെ സ്ത്രീകളുടെ ഭാഗവും അതേപോലെ തന്നെ ജമാലങ്ങാടിയുടെ പള്ളി, ഇതിന്റെ രണ്ടിന്റെയും ഒരു പുനരുദ്ധാരണമാണ്. അതിനുവേണ്ടി 40 ലക്ഷം രൂപയുടെ ഒരു ഫണ്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരിലേക്കും അതിന്റെ കളക്ഷന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരും. പള്ളിക്ക് നമ്മൾ ഒന്ന് കൊടുത്താൽ അത് നമ്മുടെ ഒരു സദഖത്തുൻ ജാരിയ, എന്നും നിലനിൽക്കുന്ന, പരലോകത്തേക്ക് ബാക്കിയാകുമെന്ന് ഉറപ്പോടെ നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒന്നാണ് പള്ളിക്ക് വേണ്ടി നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. അള്ളാഹു നമ്മൾ ചെയ്തു കൊടുക്കുക.